ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് ബ്രെഡ് മസാലയാണ്. അതിനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കുക. വറുത്ത വറ്റൽമുളക്, കുരുമുളക്, ജീരകം എന്നിവ പൊടിച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട മിക്സെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഓരോ ബ്രെഡും മുട്ടയിൽ മുക്കിയ ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് എണ്ണയിൽ ബ്രെഡൊന്ന് പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും പൊരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡുകളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് ഒരു വലിയ സവാള, 1 ക്യാരറ്റ്, ക്യാപ്സിക്കത്തിൻ്റെ പകുതി, കുറച്ച് വെളുത്തുള്ളി, 1/2 തക്കാളി എന്നിവ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല വേകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റും സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊടികളൊക്കെ നമുക്ക് എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡിൽ നമ്മുടെ ക്യാരറ്റും സവാളയും അരപ്പെല്ലാം കൂടി നന്നായിട്ട് പിടിക്കുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എഗ് ബ്രെഡ് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.